രണ്ടാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയോ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ സംഘപരിവാർ സംഘടനകളോ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്കും ശ്രമിക്കുകയോ അതില്ലെങ്കിൽ അത് അജണ്ടയാക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അതൊക്കെ ദുരുദ്ദേശപരമായ പ്രചരണങ്ങളാണ്. പക്ഷേ അതാണ് ശ്രീ പത്മനാഭൻ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് മറുവിഭാഗത്തിന്റെ പരാതി. അയോധ്യയിൽ പള്ളി പൊളിച്ചത് കുറ്റമാണ്, പക്ഷെ അവിടെ അമ്പലം പണിയാം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ആത്മവിശ്വാസമാണ് ഈ തരത്തിൽ അത് മധുരയിലേക്കും കാശിയിലേക്കും എല്ലാം പോയി ഇപ്പോൾ സംഭലിൽ എത്തി നിൽക്കുന്ന. ഒടുവിൽ അജ്മീർ ദർഗയ്ക്ക് മേൽ പോലും അവകാശവാദം ഉന്നയിക്കാനുള്ള ധൈര്യം കിട്ടിയത് അയോധ്യയിൽ നിന്നാണ്. അതേ അയോധ്യയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അടക്കം നേട്ടങ്ങളിൽ ഏറ്റവും വലുതായി ഉയർത്തി കാണിക്കുന്നതെന്നും. അല്ല, അയോധ്യയുടെ കാര്യത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് പരമ സത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? മലയാളിയായ കോഴിക്കോട്ടുകാരനായ കെ മുഹമ്മദ് സാറിൻ്റെ പ്രൊഫസർ ലാലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന സർവേ, പഴയ ഖനനം, ആർക്കിയോളജിക്കൽ അവരുടെ ഖനനം, അതിൽ നിന്നും കിട്ടിയ തെളിവുകൾ സുപ്രീം കോടതി അംഗീകരിച്ചില്ലേ? അപ്പോൾ അയോധ്യയിൽ സംഘപരിവാർ പറഞ്ഞത് പച്ച പരമാർത്ഥമാണെന്ന് മനസ്സിലായില്ലേ? സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് അത് ഐകകണ്ഠേന വിധിച്ചില്ലേ? മാത്രമല്ല അവരതിന് പോം വഴിയും പറഞ്ഞു വന്നു. അവിടെ അവസാനിച്ചു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ BJPയുടെ ഈ വിഷയം അവിടെ അവസാനിച്ചില്ല. ശ്രീ പത്മനാഭൻ, അവിടെയാണ് പ്രശ്നം. അവിടെ അവസാനിക്കില്ല എന്നാണ് അന്ന് എല്ലാവരും ആശങ്കപ്പെട്ടത്. അവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് സംഭാലിൽ ഇപ്പോൾ 4 പേരുടെ ജീവനെടുത്ത സംഭവം വ്യക്തമാക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല. ആദിത്യനാഥ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അയോധ്യയ്ക്ക് ശേഷം കാശിയും മധുരയുമാണ് ഞങ്ങൾക്ക് തിരികെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഭലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അണികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. ഇതേ മധുരയും കാശിയും ഒക്കെ അവകാശവാദവുമായി പോയവർ തന്നെയാണ് സംഭലിലും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അയോധ്യയിൽ തീരുന്നില്ല. അതാണ് ഈ രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുന്നതും. ശ്രീ പത്മനാഭൻ, അല്ല, നിങ്ങൾ ഈ രാജ്യത്തെ കോടതികളിൽ ഒരാൾ കേസ് കൊടുക്കുന്നതിനെ തടയാൻ പറ്റുമോ? അതിന് ആർക്കെങ്കിലും സാധിക്കുമോ? അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ രാജ്യത്തെ കോടതികളിൽ ഒരാൾ ഒരു കേസിന് പോയാൽ ആ കേസ് ശരിയാണോ തെറ്റാണോ, അത് ചെലവ് സഹിതം തള്ളണമോ, അത് ഫയലിൽ സ്വീകരിക്കാതെ തന്നെ തള്ളണമോ, അതല്ല ഫയലിൽ സ്വീകരിച്ച് വിചാരണ എടുക്കണമോ, ആ കേസിൽ പറയുന്ന കാര്യങ്ങളിൽ വല്ലതും കാര്യപ്രസക്തമായ വല്ലതുമുണ്ടോ, നിലനിൽക്കുന്ന ഇതൊക്കെ കോടതികൾ തീരുമാനിക്കേണ്ടതല്ലേ? അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ ഉത്തർപ്രദേശ് സർക്കാരിനോ ഇടപെടാൻ പറ്റും? അങ്ങനെ കേസ് കൊടുക്കാനോ സർവേ നടത്താനോ മുതിരുന്നത് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് അറിയാത്തവരാണോ രാജ്യം ഭരിക്കുന്നത്? ശ്രീ പത്മനാഭൻ, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ശേഷം വിദേശത്ത് പോയി മദർ ഓഫ് ഡെമോക്രസി ആവില്ല. ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ താങ്കളുടെ പാർട്ടി തയ്യാറാവുന്നുണ്ടോ? പ്രധാനമന്ത്രി ഇപ്പോഴും തന്നെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം കണ്ടു എന്നുള്ളതാണ്. നിങ്ങൾ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത്. മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് പരോക്ഷമായെങ്കിലും പിന്തുണ നൽകുന്ന ഭരണാധികാരികളുണ്ടായ രാജ്യം ഭിന്നിക്കും. കോടതി പോവാ, അഭിഭാഷകന് ഫീസ് കൊടുക്കാൻ ശേഷിയുള്ള, സ്ഥലം കെട്ടാൻ ശേഷിയുള്ള അഭിഭാഷകന് ഫീസ് കൊടുക്കാൻ. ഞാൻ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് ചോദിച്ചത്. താങ്കളുടെ പ്രധാനമന്ത്രിയുടെ നിലപാടാണ് ചോദിച്ചത്. അയോധ്യ തന്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്ന പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ കേസിന് പോയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് നിങ്ങൾ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന കാശി മധുര കേസുകളിലെ ഹർജിക്കാർ തന്നെയാണ് സംഭവത്തിൽ ഹർജിയുമായി പോയിരിക്കുന്നത്. ശ്രീ പത്മനാഭൻ, സത്യം സത്യമായി തന്നെ. ശരി, അവിടെ താങ്കൾ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് ഞാൻ ശ്രീ അബ്ദുറഹ്മാൻ തനിക്ക് അവസാന സമയം കൊടുക്കണം. ശ്രീ അബ്ദുറഹ്മാൻ തനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണത്തിന് മറുപടി പറയാം. സർക്കാർ സംസ്ഥാനത്തെ വികസിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തരത്തിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ല എന്നുകൂടിയാണ് ശ്രീ പത്മനാഭൻ പറയുന്നത്. അവസാന 2 മിനിറ്റ്. ഇല്ല, ഞാൻ നേരത്തെ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അയോധ്യയുടെ ഒരു വേദന നമ്മുടെ മുമ്പിലുണ്ട്. ആ അയോധ്യ വിഷയത്തെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലുകളൊക്കെ ഉണ്ടായത്. രാജ്യത്തൊരു നിയമനിർമ്മാണം ഉണ്ടായത്. ആ നിയമനിർമ്മാണം ഈ രാജ്യത്ത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഞാനിപ്പോൾ പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമൻ അദ്ദേഹം പറഞ്ഞത് ഈ 249 ചർച്ചുകളാണ് മണിപ്പൂരിൽ തകർത്തത്. അതാരാണ്? 249 ചർച്ചുകൾ മണിപ്പൂരിൽ തകർത്തു എന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമനാണ് പറയുന്നത്. ഇന്ന് വരെ ആ മണ്ണിലേക്ക്, മണിപ്പൂരിൻ്റെ മണ്ണിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ, ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളല്ലേ?
ഇവിടുത്തെ ആരാധനാലയങ്ങൾ മറ്റ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ 200-ലധികം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു എന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ട് പോലും ദിനം പ്രതി ബലാത്സംഗങ്ങളും കൊലയും കൊള്ളയും നടക്കുന്ന ഒരു നാട് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണോ ഇവിടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത ദിവസം നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മുടെ മുമ്പിലില്ലേ? ആ വയനാട്ടിലെ ദുരന്തത്തിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം ഒട്ടേറെ പേരുടെ ജീവൻ, ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് പോലും അറിയില്ല. ഞാൻ ചോദിക്കുന്ന ഈ ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയില്ലേ? എന്തെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ദുരന്തം എന്നുള്ളതിൽ ആ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി എന്ത് സഹായം ചെയ്യാനാണ് ഇവർക്ക് കഴിഞ്ഞത്? ഇവർ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ മുഴുവൻ പെരുപ്പിച്ച് ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് സമീപനം പാടില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചതിനടുത്ത് MP യുടെ പേരിൽ മാത്രമല്ല, MP യുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു, അവിടുത്തെ MLA-യുടെ മകന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു, ആ പള്ളിയുടെ ഷാഹി മസ്ജിദിന്റെ പ്രസിഡന്റിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു. അവിടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കേസുണ്ടാക്കിയിട്ട് ആ കേസ് മാത്രമല്ല അതിനെ തുടർന്ന് യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പൊതുമുതൽ നശിപ്പിക്കുന്നവരെ വെറുതെ വിടില്ല. എന്നിട്ട് ഈ ജനങ്ങളുടെ മേലെ മുഴുവൻ പൊതുമുതൽ നശിപ്പിച്ചൊരു കേസെടുത്തിരിക്കുന്നു. അപ്പൊ നടക്കാൻ പോകുന്നത് ഗവൺമെന്റ് കൂടി അറിഞ്ഞുകൊണ്ട് ഈ ജില്ലാ ജഡ്ജിമാർക്കുള്ള നേതൃത്വം